തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടിയിൽ പ്രതീക്ഷയെന്ന് റെയിൽ യൂസേഴ്സ് അസോസിയേഷനും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും. തെരുവുനായ ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ നിവേദനം നൽകി. റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷനും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും നിവേദനത്തിലൂടെ പരിഹാരം തേടിയത്. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തെരുവുനായ ആക്രമണം നിയന്ത്രിക്കുന്നതിന് ഊർജിത നടപടികൾ ആരംഭിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതായി MDC പ്രസിഡന്റ് ഷെവലിയർ സി ചാക്കുണ്ണി പറഞ്ഞു. എല്ലാവരെയും കാണുകയും നിവേദനം നൽകുകയും അതിന് വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും എടുക്കാൻ നിർദ്ദേശം നൽകുകയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മറുപടി ലഭിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. A. പ്രദീപ് കുമാർ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവരെല്ലാം പെട്ടെന്ന് കാണാനും ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. വളരെ അനുകൂലമായ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിലേറെ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. റോഡിൽ ഇറങ്ങാൻ നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക്, പ്രായമായവർക്കുള്ളത്. അതിനോടൊപ്പം തന്നെ നിരവധി റോഡപകടങ്ങൾക്കും ഈ തെരുവുനായ ക്രോസ് ചെയ്യുന്നുണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് അടിയന്തര പരിഹാരം നിർദ്ദേശിച്ച എല്ലാവരെയും യാത്രക്കാരുടെ പേരിലും സംഘടനകളുടെ പേരിലും നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. തെരുവുനായ വന്ധ്യകരണം പുരോഗമിക്കുകയാണെന്നും വിവിധ ജില്ലകളിൽ ABC സെന്ററുകൾ നിർമ്മിക്കുമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതുൾപ്പെടെ നിയമലംഘനങ്ങൾക്ക് കർശന നടപടികൾ എടുക്കാൻ തദ്ദേശ വിജിലൻസ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയതായും നിവേദനത്തിനുള്ള മറുപടിയിൽ പറഞ്ഞു. CRUA ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സി ചാക്കുണ്ണി, വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ എന്നിവരാണ് നിവേദനം സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി A. പ്രദീപ് കുമാറുമായും ഭാരവാഹികൾ ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NH ബൈപ്പാസിൽ പാറമ്മലിൽ അടിപ്പാത